ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്നതിനേക്കാൾ ഒരു പരാജയത്തിലും തളർന്നിട്ടില്ല എന്നതാണ് ആത്മവിശ്വാസം. നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാൾ എപ്പോഴും നിങ്ങളുടെ പിന്നാലെ ഉള്ളപ്പോൾ ആ സ്നേഹം ഒരിക്കലും മനസ്സിലാകില്ല. അത് ഒരുപക്ഷെ ശല്യമായി തോന്നിയേക്കാം. ഒരു വേള തിരിഞ്ഞു നോക്കുമ്പോൾ അവരെ കാണുന്നില്ല എങ്കിൽ അവരുടെ സാമീപ്യം എത്രത്തോളം വിലപ്പെട്ടതായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവരോടും ശരിയായി നിൽക്കുക, പലരോടും സൗഹൃദപരമായി പെരുമാറുക, തിരഞ്ഞെടുക്കപ്പെട്ടവരോടും അടുപ്പം പുലർത്തുക, ചുരുക്കം ചിലരോടും മാത്രം സുഹൃത്തായിരിക്കുക. സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവയെ സ്വതന്ത്രമാക്കി വിടുക. തിരിച്ചു വന്നാൽ അത് നിങ്ങളുടേതാണ്, അല്ലെങ്കിൽ അത് വേറെ ആരുടെയോ ആണ്. മാറ്റങ്ങൾ ചിലപ്പോൾ വേദനകൾ സമ്മാനിച്ചേക്കാം, പക്ഷേ ചിലപ്പോഴൊക്കെ അത് അനിവാര്യമാണ്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടെങ്കിൽ ഈ ലോകം മുഴുവനും കൈവശമുള്ളവനും നീയും തുല്യനത്രേ. വളരെ വ്യത്യസ്തമായ ഒന്നാണ് മനുഷ്യൻ്റെ മനസ്സ്. കിട്ടിയതിനെ ഓർത്ത് സന്തോഷപ്പെടില്ല, കിട്ടാത്തതിനെ ഓർത്ത് വിഷമിച്ചുകൊണ്ടിരിക്കും. നമുക്ക് വേദനിച്ചാൽ നമ്മേക്കാൾ വേദനിക്കുന്ന, നമ്മുടെ സന്തോഷങ്ങളിൽ കലർപ്പില്ലാതെ ആഹ്ലാദിക്കുന്ന ഒരാൾ ഉണ്ടെങ്കിൽ അത് നമ്മുടെ അമ്മ മാത്രമായിരിക്കും. സ്വയം തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലായ്മയിൽ നിന്നും വിജയം നേടാൻ സാധിക്കും. ജീവിതത്തിൽ 2 നിയമങ്ങൾ പാലിക്കുക. 1. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുക. 2. സ്വന്തം ജീവിതത്തിൽ മറ്റുള്ളവരെ അനാവശ്യമായി ഇടപെടുത്താതിരിക്കുക. എനിക്ക് എല്ലാം അറിയാം എന്ന ചിന്ത വന്നു തുടങ്ങിയാൽ അവിടെ തുടങ്ങും നമ്മുടെ പരാജയം. വിജയത്തിലേക്ക് മുൻവിധികളില്ലാതെ യാത്ര ചെയ്യുക. ധാരാളം പ്രതികൂല ചിന്തകൾ നമുക്ക് ഉണ്ടായേക്കാം. അവയെ നമ്മുടെ മനസ്സിൽ വേര് പിടിക്കാൻ അനുവദിക്കാതെ മറക്കാൻ ശീലിക്കുക. വിധിയെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷേ സ്വഭാവത്തെ മാറ്റാൻ കഴിയും. അത് വിധിയെ മാറ്റിമറിക്കും. ഒരു വ്യക്തിയോട് നിങ്ങൾ കയർത്ത് സംസാരിച്ചാൽ എന്തിൻ്റെ പേരിലായാലും അത് നിങ്ങളെ തന്നെ അസ്വസ്ഥനാക്കും. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കുക. ഞാൻ നിസ്സാരനാണ്, എനിക്കൊരു കഴിവുമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഒന്നോർക്കുക, നമ്മുടെ ചിന്തകളാണ് നമുക്ക് ചുറ്റുമുള്ള ലോകം സൃഷ്ടിക്കുന്നത്. കാത്തിരുന്ന് ലഭിക്കേണ്ടതല്ല അവസരങ്ങൾ, അത് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തേണ്ടതാണ്. ഏത് പ്രശ്നം മുന്നിൽ വന്നാലും മനസ്സിൽ ആദ്യം എത്തുന്നത് പരിഹാര ചിന്തയാണെങ്കിൽ നമ്മൾ വിജയത്തിൻ്റെ വഴിയിലാണ്. പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം കളയാതെ പരിഹാരം തേടുക. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവുമില്ല. നിങ്ങളെ മറ്റൊരാൾ വേദനിപ്പിച്ചതിൻ്റെ കാരണവും സാഹചര്യവും മനസ്സിലാക്കി അയാളോട് നിങ്ങൾ പ്രതികാരം ചെയ്യാതിരുന്നാൽ നിങ്ങൾ പൂർണ്ണ പക്വതയിൽ എത്തി എന്നാണ് അർത്ഥം. ഉറപ്പുള്ളതിനെ ഒഴിവാക്കി ഉറപ്പില്ലാത്തതിൻ്റെ പിറകിൽ പോകുന്നവർക്ക് നിശ്ചയമായും നഷ്ടം മാത്രമേ സംഭവിക്കൂ. പ്രയാസം അനുഭവിക്കാതെ ഏറ്റവും ചെറിയ ഒരു ദൗത്യം പോലും പൂർത്തീകരിക്കാൻ കഴിയില്ല. പരാജയപ്പെടാൻ സാധ്യതയുള്ളതിനെ നേരിടാൻ നിങ്ങൾ പദ്ധതി തയ്യാറാക്കിയില്ല എങ്കിൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെ വിഡ്ഢിത്തമായി മാറും. ജ്ഞാനിയായ മനുഷ്യൻ ജയിക്കാനായി പോരാടുന്നു. സ്വത്തും പണവും ജോലിയും ഒന്നുമല്ല ഭാഗ്യം. നമ്മുടെ കണ്ണ് നിറയുമ്പോൾ തുടയ്ക്കാൻ ഓടിയെത്തുന്ന കൈകളും നമ്മുടെ കൈ വേദനിക്കുമ്പോൾ കണ്ണ് നിറയുകയും ചെയ്യുന്ന മനുഷ്യർ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യമുള്ളവരാണ്. ഏതുതരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണ് നിറയുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമാവും. അല്ലാത്തവർ അവരവരുടെ ലോകത്ത് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവും. നിങ്ങളുടെ സന്തോഷത്തിന് നിങ്ങളാണ് ഉത്തരവാദി. മറ്റുള്ളവർ നിങ്ങളെ സന്തോഷിപ്പിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവെങ്കിൽ നിങ്ങൾ എപ്പോഴും നിരാശയിലായിരിക്കും. ഏറ്റവും നല്ല ശീലങ്ങളിൽ ഒന്നാണ് ക്ഷമ. ജീവിതത്തിൽ ക്ഷമിക്കുന്നവരെ കണ്ടാൽ അവർ ഭീരുക്കളാണെന്ന് കരുതരുത്. ക്ഷമിക്കാൻ കഴിവുള്ളവരാണ് നിങ്ങളെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഏതൊരു ബന്ധത്തിലും പിണക്കങ്ങൾ സർവ്വസാധാരണമാണ്. പിണക്കത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ച് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യണം. സന്തോഷമായി ജീവിക്കുക എന്നതാണ് പ്രധാനം, അല്ലാതെ അത് മറ്റുള്ളവരെ അറിയിക്കണമെന്ന് നിർബന്ധമില്ല. ഓർക്കുക, എല്ലാവരും നമ്മുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരല്ല. സാമൂഹിക ജീവിയായ മനുഷ്യർക്ക്
ഏതെങ്കിലും തരത്തിൽ പരസ്പരം സഹായം ചെയ്യേണ്ടി വരുന്നത് സ്വാഭാവികമാണ്. ആരെയും ആശ്രയിക്കാതെ ഒരാൾക്കും ജീവിക്കാനാവില്ല. നാം സ്വീകരിക്കുന്ന ഓരോ സഹായത്തിനും നന്ദിയുള്ളവരായിരിക്കുക. അഹങ്കാരം മറ്റുള്ളവരെ താഴ്ത്തി സന്തോഷം കണ്ടെത്തുന്നു. സംസ്കാരം സ്വയം താഴ്ന്ന് സന്തോഷം കണ്ടെത്തുന്നു.